നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടത്. അപ്പൊ പിന്നെ മാഡത്തിന് കുറച്ച് പ്രസാദം കൊണ്ടു കൊടുക്കണമല്ലോ. അത് പറഞ്ഞിരുന്നെങ്കില് മാഡത്തിന് കൊടുക്കാനായിട്ട് നമുക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമായിരുന്നില്ലേ? എന്ത് വാങ്ങാൻ? അതിനാ ക്ഷേത്രത്തിൽ അരവണയൊന്നുമില്ലല്ലോ. വേണ്ടല്ലോ, നാട്ടുംപുറത്തുണ്ടാക്കുന്ന നല്ല ഉണ്ണിയപ്പം അവിടുത്തെ കടകളിൽ കിട്ടുമായിരുന്നു. അത് വാങ്ങിക്കായിരുന്നല്ലോ നമുക്ക്. അത് ശരിയായിരുന്നു. എനിക്ക് മാഡത്തിന് സന്തോഷമായനെ. ആ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. മാഡത്തിന് ദേവിയുടെ പ്രസാദം കൊടുത്താൽ മതി. അത് തന്നെ ധാരാളം എന്ന് കരുതിക്കൊള്ളൂ. അതെ, പ്രസാദം കൊണ്ട് കൊടുക്കുമ്പോ മാഡം ആദ്യം ചോദിക്കാൻ പോകുന്നത് ആശുപത്രി പോക്കിന്റെ കാര്യം എന്തായെന്നായിരിക്കും. ശാസ്ത്രവും വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാ മാഡം. താൻ പാതി ദൈവം പാതി, അതാ പോളിസി. ഡോക്ടറെ കാണാൻ പോകണ്ടേട്ടാ നമുക്ക്? പോണം. ആദ്യം നീ നിന്റെ ലീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. ലീവിന്റെ കാര്യത്തിൽ ഏട്ടൻ പേടിക്കണ്ട. ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്രം മതി. മാഡം എനിക്ക് ലീവ് തന്നോളും, എനിക്ക് ഉറപ്പാ. എങ്കിൽ പിന്നെ ഞാനൊന്ന് ഡോക്ടറെ വിളിച്ചു നോക്കാം. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇനിയും കുറച്ചുനാളുണ്ട്. നമ്മൾ ഉത്സവത്തിന് അവിടേക്ക് തൊഴാൻ പോകുമ്പോ മിക്കവാറും എന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ടാവും, അല്ലേ ഏട്ടാ? ഈ ചിരിയുടെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായി. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തില് ഇനി പോകുമെന്നുള്ള കാര്യത്തില് ഇപ്പോഴും ഏട്ടൻ തീരുമാനിച്ചിട്ടുണ്ടെന്നല്ലേ? പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല വാർത്ത വരികയും ചെയ്യും, നമ്മൾ ഒരുമിച്ച് ഉത്സവത്തിന് പോവുകയും ചെയ്യും. അതിൽ നിന്ന് ഇനി കാല് മാറാന്ന് ഏട്ടൻ കരുതണ്ട. കേട്ടല്ലോ? ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ആഹാ, ഗുഡ് മോർണിംഗ്. വാ വാ ഇരിക്ക്. എന്താ ഈ ടൈമില്? ടീച്ചറുടെ പെർമിഷൻ വാങ്ങിയിട്ടാണോ വന്നത്? അതെന്താ, എനിക്ക് മാസ്റ്ററിനെ കാണാൻ വന്നൂടെ? ആ, ടീച്ചറിന്റെ പെർമിഷൻ വാങ്ങിയിട്ടാണോ വന്നത് എന്നാണ് എന്റെ ചോദ്യം. ക്ലാസ് ടൈമിലൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. PT ടൈമിലല്ലേ വരേണ്ടത്. ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ടാ വന്നേ. എനിക്ക് MK മാസ്റ്ററിനെ ഒന്ന് കാണണം, ഒരു കാര്യം പറഞ്ഞിട്ട് വേഗം വരാന്ന് പറഞ്ഞു. ഓഹോ. അപ്പൊ ടീച്ചർ പറഞ്ഞു എങ്കിൽ പോയിട്ട് വരാൻ. അല്ല, അപ്പൊ മിസ്സിന്റെ അനുവാദമൊക്കെ വാങ്ങി വരണമെങ്കിൽ എന്തോ അത്യാവശ്യ കാര്യമുണ്ടല്ലോ. ആ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ, എങ്കിൽ പറ, എന്താ കാര്യം? എനിക്ക് കേൾക്കാൻ കൊതിയായി. അതെ, ഞാൻ മാസ്റ്ററിന്റെ കൂടെ വീട്ടിൽ വന്നില്ലായിരുന്നോ? അതിനാ അമ്മൂട്ടിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞേ. അപ്പൊ അമ്മയോട് കള്ളം പറഞ്ഞോ? കള്ളം പറയാൻ പാടുണ്ടോ മോളെ? അത് തെറ്റല്ലേ? കള്ളം പറയുന്നത് തെറ്റാണെന്ന് അമ്മൂട്ടി പറഞ്ഞു തന്നിട്ടില്ലേ? കള്ളം പറയരുതെന്ന് അമ്മൂട്ടി എപ്പോഴും പറയും. പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടിയും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയും കള്ളം പറയാന്ന് അമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പൊ അമ്മൂട്ടിക്ക് വേണ്ടിട്ടാണോ കള്ളം പറഞ്ഞത്? അമ്മൂട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടാ. പക്ഷെ കള്ളം പറഞ്ഞ അമ്മൂട്ടിക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാ കള്ളം പറഞ്ഞത്? MK മാസ്റ്ററിന് വേണ്ടി.
എനിക്ക് വേണ്ടി കള്ളം പറഞ്ഞെന്നോ? എന്തിന്? MK മാസ്റ്ററിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാ കള്ളം പറഞ്ഞത്. ഞാൻ മാസ്റ്ററിന്റെ കൂടെ വീട്ടിൽ വന്നെന്ന് അറിഞ്ഞാലേ എന്റെ അമ്മൂട്ടി സ്കൂളിൽ വന്ന് വഴക്കുണ്ടാക്കും. അപ്പൊ മാസ്റ്ററിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. മാസ്റ്ററിനെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കള്ളം പറഞ്ഞത്. മാസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എന്നും കാണാൻ പറ്റൂ. എനിക്ക് മാസ്റ്ററിനെ എന്നും കാണണം, അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് മാസ്റ്ററിനെ. സത്യമാണോ മോള് പറഞ്ഞത്? സത്യം, അമ്മുട്ടിയാണേ സത്യം. എനിക്ക് മാസ്റ്ററിനെ ഒരുപാട് ഇഷ്ടം. മാസ്റ്ററെ, അടുത്ത പീരീഡിൽ ബെല്ലടിച്ചു കേട്ടോ. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരാട്ടോ. ഇപ്പൊ പോട്ടെ. ബൈ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ലത. ഇന്നലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് എപ്പോ എത്തി? ക്ഷേത്രത്തിൽ നിന്ന് എത്തിയപ്പോ വൈകുന്നേരമായി. ഇതാ മാഡം പ്രസാദം. ചാമുണ്ടേശ്വരിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലിപ്പോ എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞ എന്താ പറയണ്ടെന്ന് അറിയില്ല മാഡം. വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാ അമ്പലത്തിന്. ദേവി വിഗ്രഹത്തിന് മുന്നിൽ എത്ര നേരം നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു എന്നറിയില്ല. പ്രാർത്ഥിക്കുമ്പോ തന്നെ ദേഹത്ത് വല്ലാത്തൊരു ഫീലാണ്. ദേവി അനുഗ്രഹിക്കുന്നത് പോലെ തോന്നും. എനിക്ക് മാത്രമല്ല, ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോകാൻ മടിച്ചു നിന്ന ഹസ്ബൻഡിനും ഭയങ്കര സന്തോഷായി. ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുന്ന തന്നെയാ പുള്ളിക്കാരനും ഇപ്പൊ പറയുന്നത്. മാഡം എന്താ ആലോചിക്കുന്നേ? ഇന്നലെ എന്റെ ചെറിയ മാമിയും വൈഫും ആ ക്ഷേത്രത്തിൽ വന്നിരുന്നു. ഈ ചെറിയ മാമ എന്ന് പറയുമ്പോ പുള്ളി വർഷങ്ങൾക്ക് മുൻപേ നാടും വീടും ഒക്കെ വിട്ടുപോയത്. ഇത്രയും നാളുകൾക്ക് ശേഷം അവിടെ വന്നെന്ന് വലിയ മാമ ആരോ പറഞ്ഞറിഞ്ഞു. ഇത്രയും കാലത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിട്ട് വീട്ടിലൊന്നും കയറാതെ ചെറിയ മാമ തിരിച്ചു പോയിന്നറിഞ്ഞപ്പോ വലിയ മാമയ്ക്ക് വലിയ വിഷമമായി. ഞാനിതിപ്പോ ഓർത്തതല്ലേ. കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാരണമാണോ ചെറിയ മാമ നാട് വിട്ടു പോയത്? ഏയ്, അങ്ങനൊന്നും അല്ല. അതൊക്കെ പറഞ്ഞ കൊറേ ഉണ്ട് ലത. എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ ഞാൻ പറയാം. ലത വന്നതിനു ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഏൽപ്പിക്കാനിരുന്നതാ ഞാൻ. എന്താ മാഡം? സ്കൂളുകളിലെ ഈ ടോയ്ലറ്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നും പറഞ്ഞ് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് മാഡം. 3 വർഷം മുമ്പേ കൊട്ടിഘോഷിച്ച് തുടങ്ങിയൊരു പരിപാടിയാ ഇപ്പൊ അവതാളത്തിലാ. എനിക്കതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, DDE, AEO, DEO തുടങ്ങി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഒരു കോൺഫറൻസ് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ട എന്താന്ന് വെച്ചാ ലത തന്നെ ചെയ്തോളൂ. ഓക്കെ മാഡം, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മാഡം? ശരി.